അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള തലമുറകൾ എത്ര? ഉത്തരം 14. മത്തായി സുവിശേഷം 1-ാം അധ്യായം 17-ാം വചനം. അടുത്ത ചോദ്യം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ സ്ത്രീ ആര്? ഉത്തരം മറിയ. മത്തായി 1-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം. യഹൂദയുടെ പിതാവ് ആര്? ഉത്തരം യാക്കോബ്. മത്തായി 1-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം. എന്തായിരുന്നു യോസേഫിൻ്റെ സ്വഭാവ സവിശേഷത? ഉത്തരം നീതിമാൻ. മത്തായി 1-ാം അധ്യായം 19-ാം വചനം. അടുത്ത ചോദ്യം. ഇസഹാക്കിൻ്റെ പിതാവ് ആര്? ഉത്തരം അബ്രഹാം. മത്തായി 1-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം. യേശുവിൻ്റെ ജനനവാർത്തയറിഞ്ഞ് ബെത്ലഹേമിൽ എത്തിയത് ആര്? ഉത്തരം വിദ്വാൻമാർ. മത്തായി 2-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം. യേശുവിൻ്റെ ജനനവാർത്ത കേട്ട് രാജാവും നഗരവും ഭ്രമിച്ചു. രാജാവും നഗരവും ഏത്? ഉത്തരം രാജാവ് ഹെരോദ രാജാവ്. നഗരം യെരുശലേം. മത്തായി 2-ാം അധ്യായം 3-ാം വചനം. അടുത്ത ചോദ്യം. യോഹന്നാൻ സ്നാപകൻ്റെ ആഹാരം എന്തായിരുന്നു? ഉത്തരം വെട്ടുകിളിയും കാട്ടുതേനും. മത്തായി 3-ാം അധ്യായം 4-ാം വചനം. അടുത്ത ചോദ്യം. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ഉത്തരം മാനസാന്തര സ്നാനം. മത്തായി 3-ാം അധ്യായം 11-ാം വചനം. അടുത്ത ചോദ്യം. യോഹന്നാൻ സ്നാപകൻ ഏതു മരുഭൂമിയിലാണ് പ്രസംഗിച്ചത്? ഉത്തരം യഹൂദിയ. മത്തായി 3-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം. സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചത് ആരെ? ഉത്തരം പരീശൻ സാദൂക്യർ. മത്തായി 3-ാം അധ്യായം 7-ാം വചനം. അടുത്ത ചോദ്യം. തീയിലിട്ട് കളയുമെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വൃക്ഷം ഏത്? ഉത്തരം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം. മത്തായി 3-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം. യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ച നദി ഏത്? ഉത്തരം യോർദാൻ നദി. മത്തായി 3-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം. സ്നാനം കഴിഞ്ഞ ശേഷം യേശു എവിടേക്ക് പോയി? ഉത്തരം യഹൂദ മരുഭൂമി. മത്തായി 4-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം. പത്രോസിൻ്റെ മറ്റൊരു പേര് എന്ത്? ഉത്തരം ശീമോൻ. മത്തായി 4-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം. പത്രോസിൻ്റെ സഹോദരൻ ആര്? ഉത്തരം അന്ത്രയോസ്. മത്തായി 4-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം. യേശു മരുഭൂമിയിൽ എത്ര ദിവസം ഉപവസിച്ചു? ഉത്തരം 40 രാവും പകലും. മത്തായി 4-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം. ദുഃഖിക്കുന്നവർക്ക് എന്ത് കിട്ടും? ഉത്തരം ആശ്വാസം. മത്തായി 5-ാം അധ്യായം 4-ാം വചനം. അടുത്ത ചോദ്യം. മഹാരാജാവിൻ്റെ നഗരമെന്ന് പറഞ്ഞിരിക്കുന്ന പട്ടണം ഏത്? ഉത്തരം യെരുശലേം. മത്തായി 5-ാം അധ്യായം 35-ാം വചനം. അടുത്ത ചോദ്യം. ദൈവകൽപ്പന പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവനെ സ്വർഗരാജ്യത്തിൽ വിളിക്കുന്നത് എന്ത്? ഉത്തരം വലിയവൻ. മത്തായി 5-ാം അധ്യായം 19-ാം വചനം. അടുത്ത ചോദ്യം. നിക്ഷേപമുള്ളിടത്ത് ഇരിക്കുന്നത് എന്ത്? ഉത്തരം ഹൃദയം. മത്തായി 6-ാം അധ്യായം 21-ാം വചനം. അടുത്ത ചോദ്യം. ആഹാരത്തേക്കാൾ വലുതായത് എന്ത്? ഉത്തരം ജീവൻ. മത്തായി 6-ാം അധ്യായം 25-ാം വചനം. അടുത്ത ചോദ്യം. ശരീരത്തിൻ്റെ വിളക്ക് എന്ത്? ഉത്തരം കണ്ണ്. മത്തായി 6-ാം അധ്യായം 22-ാം വചനം. അടുത്ത ചോദ്യം. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് കരുതുന്ന കൂട്ടർ ആര്?
ഉത്തരം ജാതികൾ. മത്തായി 6-ാം അധ്യായം 7-ാം വചനം. അടുത്ത ചോദ്യം. ഉപവസിക്കുമ്പോൾ വാടിയ മുഖം കാണിക്കുന്നത് ആര്? ഉത്തരം കപടഭക്തിക്കാർ. മത്തായി 6-ാം അധ്യായം 16-ാം വചനം. അടുത്ത ചോദ്യം. മണലിന്മേൽ വീട് പണിതവൻ എങ്ങനെയുള്ളവനാകുന്നു? ഉത്തരം ദൈവവചനം കേൾക്കാത്തവൻ. മത്തായി 7-ാം അധ്യായം 26-ാം വചനം. അടുത്ത ചോദ്യം. പന്നികളുടെ മുന്നിൽ എന്ത് ഇടരുത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം മുത്ത്. മത്തായി 7-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ എങ്ങനെയുള്ളതാണ്? ഉത്തരം വീതിയുള്ളതും വിശാലവും. മത്തായി 7-ാം അധ്യായം 13-ാം വചനം. അടുത്ത ചോദ്യം. ആരാണ് ആടുകളുടെ വേഷം ധരിക്കുന്നത്? ഉത്തരം കള്ളപ്രവാചകന്മാർ. മത്തായി 7-ാം അധ്യായം 15-ാം വചനം. അടുത്ത ചോദ്യം. അല്പവിശ്വാസികളെ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? ഉത്തരം ശിഷ്യന്മാരെ. മത്തായി 8-ാം അധ്യായം 26-ാം വചനം. അടുത്ത ചോദ്യം. മലയിൽ നിന്നും ഇറങ്ങി വന്ന യേശുവിനെ നമസ്കരിച്ച വ്യക്തി ആര്? ഉത്തരം കുഷ്ഠരോഗി. മത്തായി 8-ാം അധ്യായം 3-ാം വചനം. അടുത്ത ചോദ്യം. ശതാധിപന്റെ ബാല്യക്കാരൻ്റെ രോഗം എന്തായിരുന്നു? ഉത്തരം പക്ഷവാത രോഗി. മത്തായി 8-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം. പഴയ തുരുത്തിയിൽ പകരാത്തത് എന്ത്? ഉത്തരം പുതുവീന്. മത്തായി 9-ാം അധ്യായം 17-ാം വചനം. അടുത്ത ചോദ്യം. ആരെയാണ് യേശു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ അയച്ചത്? ഉത്തരം ശിഷ്യന്മാരെ. മത്തായി 10-ാം അധ്യായം 16-ാം വചനം. അടുത്ത ചോദ്യം. ബുദ്ധി കൂടുതലുള്ള ഒരു ഇഴജാതി ഏത്? ഉത്തരം പാമ്പ്. മത്തായി 10-ാം അധ്യായം 16-ാം വചനം. അടുത്ത ചോദ്യം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്തു ചെയ്യും? ഉത്തരം രക്ഷിക്കപ്പെടും. മത്തായി 10-ാം അധ്യായം 22-ാം വചനം. അടുത്ത ചോദ്യം. നീ പാതാളം വരെ താണു പോകുമെന്ന് യേശു പറഞ്ഞ പട്ടണം ഏത്? ഉത്തരം കഫർന്നഹൂം. മത്തായി 11-ാം അധ്യായം 23-ാം വചനം. അടുത്ത ചോദ്യം. തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നത് ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി 11-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം. ആരാണ് പുത്രനെ അറിയുന്നത്? ഉത്തരം പിതാവ്. മത്തായി 11-ാം അധ്യായം 27-ാം വചനം. അടുത്ത ചോദ്യം. സ്വർഗരാജ്യത്തെ പിടിച്ചടക്കുന്നവർ ആര്? ഉത്തരം ബലാൽക്കാരികൾ. മത്തായി 11-ാം അധ്യായം 12-ാം വചനം. അടുത്ത ചോദ്യം. യേശുവിൽ ഇടറിപ്പോകാത്തവർ എങ്ങനെയുള്ളവർ? ഉത്തരം ഭാഗ്യവാൻ. മത്തായി 11-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം. തൻ്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയതു പുറപ്പെടുവിക്കുന്നത് ആര്? ഉത്തരം ദുഷ്ടമനുഷ്യൻ. മത്തായി 12-ാം അധ്യായം 35-ാം വചനം. അടുത്ത ചോദ്യം. ഏതിലാണ് യേശു പ്രസാദിക്കുന്നത്? ഉത്തരം കരുണയിൽ. മത്തായി 12-ാം അധ്യായം 7-ാം വചനം. അടുത്ത ചോദ്യം. സർപ്പസന്തതികളെ എന്ന് യേശു വിളിച്ചത് ആരെ? ഉത്തരം പരീശന്മാരെ. മത്തായി 12-ാം അധ്യായം 34-ാം വചനം. അടുത്ത ചോദ്യം. ദേവാലയത്തെക്കാൾ വലിയവൻ ആര്? ഉത്തരം മനുഷ്യപുത്രൻ. മത്തായി 12-ാം അധ്യായം 6-ാം വചനം. അടുത്ത ചോദ്യം. ഏതു ദിവസമാണ് വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത്? ഉത്തരം ശബത്തിൽ. മത്തായി 12-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം. ശത്രു വിതച്ചത് എന്ത്?
ഉത്തരം കള. മത്തായി 13-25. അടുത്ത ചോദ്യം. എല്ലാ വിത്തിലും ചെറിയ വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കടുക്. മത്തായി 13-31. അടുത്ത ചോദ്യം. ആരാണ് പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നത്? ഉത്തരം നീതിമാന്മാർ. മത്തായി 13-43. അടുത്ത ചോദ്യം. വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യമായിരിക്കുന്നത് എന്ത്? ഉത്തരം സ്വർഗരാജ്യം. മത്തായി 13-44. അടുത്ത ചോദ്യം. ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചത് ആര്? ഉത്തരം ശത്രു. മത്തായി 13-25. അടുത്ത ചോദ്യം. അല്പവിശ്വാസിയെ എന്ന് യേശു വിളിച്ചത് ആരെ? ഉത്തരം പത്രോസ്. മത്തായി 14-31. അടുത്ത ചോദ്യം. സത്യത്തിനു വേണ്ടി ഛേദിക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി 14-10. അടുത്ത ചോദ്യം. ഹെരോദാവിൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം ഹെരോദ്യ. മത്തായി 14-3. അടുത്ത ചോദ്യം. ആരെക്കുറിച്ചാണ് യേശു കുരുടന്മാരായ വഴികാട്ടികൾ എന്ന് പറഞ്ഞത്? ഉത്തരം പരീശൻ. മത്തായി 15-12. അടുത്ത ചോദ്യം. അപ്പനെയും അമ്മയെയും ദുഷിക്കുന്നവനുള്ള ശിക്ഷ എന്ത്? ഉത്തരം മരണം. മത്തായി 15-4. അടുത്ത ചോദ്യം. പുളിച്ച മാവ് എന്ന് യേശു ആരുടെ ഉപദേശത്തെ പറ്റിയാണ് പറഞ്ഞത്? ഉത്തരം പരീശന്മാരും സാദൂക്യരും. മത്തായി 16-12. അടുത്ത ചോദ്യം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ യേശു കൊടുത്തത് ആർക്ക്? ഉത്തരം പത്രോസ്. മത്തായി 16-19. അടുത്ത ചോദ്യം. ആരുടെ മുഖമാണ് സൂര്യനെ പോലെ ശോഭിച്ചത്? ഉത്തരം യേശു. മത്തായി 17-2. അടുത്ത ചോദ്യം. യേശു രൂപാന്തരം പ്രാപിച്ച മല ഏത്? ഉത്തരം ഉയർന്ന മല അല്ലെങ്കിൽ മറുരൂപമല. മത്തായി 17-2. അടുത്ത ചോദ്യം. ഓരോരുത്തൻ സഹോദരനോട് ക്ഷമിക്കേണ്ടത് എങ്ങനെ? ഉത്തരം ഹൃദയപൂർവ്വം. മത്തായി 18-35. അടുത്ത ചോദ്യം. ഏതു കാരണം കൊണ്ടാണ് ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്? ഉത്തരം ഹൃദയകാഠിന്യം. മത്തായി 19-7. അടുത്ത ചോദ്യം. വേലക്കാരോട് വീട്ടുടയവൻ ദിവസം എത്ര കാശ് പറഞ്ഞൊത്തിരുന്നു? ഉത്തരം ഓരോ വെള്ളിക്കാശ്. മത്തായി 20-2. അടുത്ത ചോദ്യം. കെട്ടപ്പെട്ട കഴുതയെ അഴിപ്പാൻ എത്ര ശിഷ്യന്മാരാണ് പോയത്? ഉത്തരം 2. മത്തായി 21-1. അടുത്ത ചോദ്യം. യേശു കഴുതപ്പുറത്ത് യെരുശലേമിൽ വരുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം സെഖര്യാവ്. മത്തായി 21-4. അടുത്ത ചോദ്യം. ദാവീദ് കർത്താവ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം യേശു. മത്തായി 22-44. അടുത്ത ചോദ്യം. പുനരുദ്ധാനമില്ല എന്ന് വിശ്വസിക്കുന്നത് ആര്? ഉത്തരം സാദൂക്യർ. മത്തായി 22-23. അടുത്ത ചോദ്യം. മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വച്ച് കൊല്ലപ്പെട്ട വ്യക്തി ആര്? ഉത്തരം സെഖര്യാവ്. മത്തായി 23-35. അടുത്ത ചോദ്യം. ന്യായപ്രമാണത്തിൽ ഘനമേറിയവ എന്ന് യേശു ഏതിനെക്കുറിച്ചാണ് പറഞ്ഞത്?
ഉത്തരം ന്യായം, കരുണ, വിശ്വസ്തത. മത്തായി 23 അധ്യായം 23 വചനം. അടുത്ത ചോദ്യം. യേശുവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും അറിയുന്നത് ആര്? ഉത്തരം പിതാവ് മാത്രം. മത്തായി 24 അധ്യായം 36 വചനം. അടുത്ത ചോദ്യം. കപടഭക്തിക്കാർക്കുള്ള പ്രതിഫലം എന്ത്? ഉത്തരം കരച്ചിലും പല്ലുകടിയും. മത്തായി 24 അധ്യായം 51 വചനം. അടുത്ത ചോദ്യം. കഴുകൻ കൂടുന്നത് എവിടെ? ഉത്തരം ശവമുള്ളിടത്ത്. മത്തായി 24 അധ്യായം 28 വചനം. അടുത്ത ചോദ്യം. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് പ്രവചിച്ചത് ആര്? ഉത്തരം സെഖര്യാവ്. മത്തായി 26 അധ്യായം 31 വചനം. അടുത്ത ചോദ്യം. രക്തനിലത്തെപ്പറ്റി മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകൻ ആര്? ഉത്തരം ഇരമ്യാവ്. മത്തായി 27 അധ്യായം 10 വചനം.